ഹായ് ഫ്രണ്ട്സ്, അപ്പോഴത്തേ ഞങ്ങൾ പുതിയ പരീക്ഷണമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. മക്രോണി വെച്ചിട്ട് അടുത്ത പരീക്ഷണം തുടങ്ങുകയാണ്. പരീക്ഷണം ഒന്നുമല്ല കേട്ടോ, എല്ലാവരും ഉണ്ടാക്കാറുള്ളത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളും ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ മക്രോണി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും നെയ്യും ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തു. ആ സമയത്തേക്കും നെയ്യ് ചേർത്ത് നമ്മുടെ മൈദ നന്നായിട്ട് ചൂടാക്കി, ആ ചൂടായി വന്ന മൈദയ്ക്കകത്തോട്ട് കുറച്ച് പാലൊഴിച്ചു. നല്ല തിളപ്പിച്ച് തണുപ്പിച്ച് ആർച്ച പാലായിരുന്നു. ആ പാല് നന്നായിട്ട് ഒഴിച്ച് നല്ല ക്രീമി ആക്കി വെച്ചു. നോക്കിയപ്പോഴത്തേക്കും നല്ല കട്ടയായിരുന്നു. അപ്പോൾ ഞാൻ മിക്സിയിലൊന്ന് അതൊന്ന് അടിച്ചെടുത്തു. ആ സമയത്ത് വീണ്ടും കുറച്ച് നെയ്യ് ചേർത്തിട്ട് കുറച്ച് സവോളയും ക്യാരറ്റും കൂടെ അരിഞ്ഞ് വെച്ചിരുന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തു. അപ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിരുന്നു. കുറച്ച് കുരുമുളക് പൊടിയും അല്പം കുരുമുളക് പൊടി മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ, കാത്തുക്കുട്ടിന് കൊടുക്കാനുള്ളത് കൊണ്ട്. പിന്നെ കുറച്ച് മുളകും കൂടെ പൊടിച്ചത് അതിനകത്തോട്ട് ചേർത്ത് സവോളയും ക്യാരറ്റ് നന്നായിട്ട് വഴന്ന് വന്നപ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മുടെ ക്രീമിയും ചേർത്തിട്ട് ബാക്കി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണിയും കൂടെ നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തു. അപ്പോഴത്തേക്കും അത് നല്ല കട്ടയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ മക്രോണി വേവിച്ച് വെച്ചിരുന്ന വെള്ളം ഉണ്ടായിരുന്നു, അത് വീണ്ടും ഒന്നും കൂടെ ചേർത്ത് ലൂസാക്കിയിട്ടും അത് പിന്നെയും നല്ല ടൈറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ലൂസാക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ല പാല് പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് കാത്തുകൂട്ടൻ നല്ല ആസ്വദിച്ച്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.